guys, welcome back to Motoholic 390. ബാക്കിലെ വാട്ടർഫോൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ ഇവിടെ നിൽക്കണേ പാലൊഴുകുമ്പാറയിലാണ്. എന്തിനാ വന്നതെന്ന് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഉണ്ടാവും. വരാട്ടുമേട് അടിക്കാൻ വേണ്ടി ആ ഗെയിം വന്നിരിക്കുകയാണ്. കിരണുണ്ട് നമ്മുടെ ഒപ്പം, ഹിമാലയൻ ആൻഡ് എക്സ്പെർട്സ്. നമ്മൾ മൊത്തം ടോട്ടലി 6 മെമ്പേഴ്സ് ഉണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ വരാട്ടുമേട് നിന്ന് കയറാം എന്നുള്ളൊരു വൈബ് എടുത്തത്. പിന്നെ അത് മാത്രമല്ല, വരാട്ടുമേട് നമ്മൾ ഫസ്റ്റ് ടൈം വന്നപ്പോഴുള്ള ചൊറകളൊന്നുമില്ല. ഇപ്പോൾ കുറേ പോർഷൻ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പോർഷൻ ഓഫ് റോഡ് ഉള്ളൂ, പിന്നെ ഹാർഡായിട്ടുള്ള ഓഫ് റോഡ് ഉള്ളൂ, പിന്നെ ഈസി ട്രാക്സ് ആണെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം ഗൈസ്. നമ്മളിതാ പാലൊഴുകുമ്പാറയുടെ ഫ്രണ്ടിലുണ്ട്. ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങണം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു വരാട്ടുമേട്. നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് എത്തണം. ഓക്കെ, എത്തുമോ എന്നൊന്നും എനിക്കറിയില്ല. കഴിഞ്ഞോട്ട് വന്നിട്ട് നമുക്ക് ഇട്ടിപ്പണികളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ നമ്മളെന്തെങ്കിലും മാക്സിമം പുഷ് ചെയ്തിട്ട് തന്നെ പടയും. ഓക്കെ, ലെറ്റ്സ് സീ. നമ്മളിതാ വരാട്ടുമേട് കാണാനുള്ള വഴിയിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. ഒരു വണ്ടി കൊടുത്തിട്ടുണ്ടല്ലോ. അയ്യോ, ചെളി വിളി ഉണ്ട് കേട്ടോ. എൻ്റെ ടയർ അത്ര ഒരു സെറ്റപ്പ് അല്ല. നമ്മളിപ്പോൾ ഇതാ കേരള ടു കാശ്മീർ റൈഡ് കഴിഞ്ഞ് വന്നായിരുന്നേ. ടയർ അത്ര ഗംഭീര സെറ്റപ്പിലല്ല ഉള്ളത്. അയ്യോ അയ്യോ അയ്യോ, ഡാർക്കാണല്ലോ ഈശ്വരാ. ആ തളരല്ല രാമൻകുട്ടി, ഇത് ചെറുത്. ട്രാക്കിൻ്റെ അവസ്ഥ കുറച്ച് പരിതാപകരമായിട്ടാണ് ഗൈസ് കിടക്കണത്. എന്തായാലും നമുക്ക് നോക്കാം. ചാലി കുറിട്ടടിച്ച് കയറി വരണം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ചാലിൽ പോകരുത്, ഇങ്ങോട്ട് കയറ്റണം. ഒരേ പിടി പിടിച്ച് വരണതില്ലേ. പക്ഷെ ചെറിയ സ്ലിപ്പർ ഉണ്ട്, കുഴപ്പമില്ല. ഇതിവിടെയൊക്കെ സെൻറ്റർ പിടിക്കണം, അല്ലെങ്കിൽ പണി ഉറപ്പാ. ഇവിടെയൊക്കെ ഡാർക്കാ. പിടി അപ്പുറത്തേക്കും കഥ കഴിഞ്ഞാലേ. ഏയ്, അവിടെ പൂട്ടിയില്ലോ. അവിടെ പൂട്ടിയില്ലോ. അത് കണ്ടോ? ആണോ? ആ, നമുക്ക് അപ്പുറത്തെ വഴി നോക്കിയാലോ. എന്നാ തപ്പിയൊക്കെ വാ. ആ, അത് ഇതിന് ഡാർക്കാണെന്നുണ്ടെങ്കിൽ അത് കയറ്റാം. ഇവിടെ അല്ല, വാ. അത് അപ്പുറത്തൊരു വഴി ഉണ്ടെന്ന് പറഞ്ഞില്ല, നമുക്ക് അത് കൂടെ പോവാ. ഇത് മുൻ സീനായിണ്ട്, ഒന്നുകൂടി സീനായി. നോക്കാം, ട്രാക്ക് നോക്കാം. ഇതിൻ്റെ അപ്പുറത്ത് ഇവിടെ ഒരു വഴി കൂടി ഉണ്ടോ. അത് ഇത്ര സീനിലാവുന്നുണ്ട്, നോക്കാം. ഞങ്ങൾ അന്ന് വരുമ്പോ ഇത്ര സീനില്ല. അത് വീഴുന്നുള്ളപ്പാ. നമ്മള് ഇവിടുന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്തൊരു വഴിയുണ്ട്. ഇതിൻ്റെ അപ്പുറത്തോട്ടൊരു വഴി ഇങ്ങോട്ട് തന്നെയുണ്ട്. നമുക്ക് ആ വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കുറച്ച് പരിതാപകരമായിട്ട് കിടക്കണം ഇപ്പോൾ. ഓക്കെ, നമ്മൾ ബിഗിനേഴ്സ് ആണല്ലോ, ഹാർഡ് ഓഫ് റോഡേഴ്സ് അല്ല. അപ്പോൾ കാണുമ്പോൾ തന്നെ കിളി പോയി. എന്തായാലും അടുത്ത് നോക്കാം. അടുത്ത വഴി, അപ്പുറത്തെ വഴി ഒരു വഴി കൂടി ഉണ്ടെന്നാണ് ഞാൻ പണ്ട് കഴിഞ്ഞോട്ട് വന്നപ്പോൾ അറിയാൻ സാധിച്ചത്. ആ വഴി ഒന്ന് പോയി നോക്കാം. അത് ഇത്രയും ഡാർക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വഴി കയറ്റാലോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം. ചേട്ടാ, ഇവിടെ ഉള്ളതാണോ? കയറ്റാനോ? പക്ഷെ ഈ വഴി കുറച്ച് ഡാർക്ക് കിടക്കണം. അപ്പുറത്തൊരു വഴി കൂടി ഉണ്ട്. അതേതാ വഴി എന്നറിയോ? എങ്ങനെ പോവാന്നറിയോ? ആണോ? ആൽമരല്ലേ? ഓക്കെ ഓക്കെ, നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ, ഒരു പെട്ടബോലറോക്കി നൈസ്. അയ്യോ, ഏജഡായിട്ടുള്ള ആളാണല്ലോ. കയറാൻ പറ്റും, ജീപ്പ് കയറും. ആ, പിന്നെ നടക്കാൻ കുറച്ചുണ്ട് കേട്ടോ. ആ വഴി ഞങ്ങൾ പോയി നോക്കണേ. ഇവിടെ കുറച്ച് ബൈക്കിന് കുറച്ച് ബുദ്ധിമുട്ടാ. ഇത് പ്രശ്നമില്ല, നല്ല ടയറൊക്കെ ഉണ്ടല്ലോ.
അല്ലേ? അപ്പോ ശരി ചേട്ടാ. അത് 4x4 അല്ല, ഷോ മാത്രമേ ഉള്ളൂ നോക്കെ. ചേച്ചിയുടെ തഗ്. ഈ വഴി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോ ഒരു ആൽമരം ഉണ്ട്. ആൽമരത്തിന്റെ അവിടെ നിന്ന് ലെഫ്റ്റ് കയറണം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞേ. എന്തായാലും നമുക്ക് നോക്കാം കൈസ്. നമ്മൾ അപ്പുറത്തെ വഴി എത്തിയിട്ട് ഇതാണ് ആൽമരം കൈസ്. ഈ ആൽമരത്തിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് പോയാൽ മതി. അത്രയും ടാസ്ക് ഇല്ല. ഓക്കെ, പിള്ളേർ എത്തിയിട്ട് പോവാം. കൊള്ളാട്ടോ. ഈ ആൽമരം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, മറക്കില്ല. ഈ വഴിയിൽ ഒറ്റ ആൽമരം ഉള്ളൂ. ജബറോങ്കി സാധനം. ഇവിടുന്ന് ലെഫ്റ്റ് അടിച്ചാൽ മതി. ഓക്കെ, നമ്മുടെ വീത്തിരി വന്നിട്ടില്ല. വീത്തിരി വരാൻ വെയിറ്റ് ചെയ്യാണ് കൈസ്. ആ വെന്റ് ലെറ്റ്സ് ഗോ. അടി തെറിച്ചു. അതെ അതെ, സ്ലിപ്പാവൂല ഈശ്വരാ. ഉറപ്പ് ബ്രേക്കുമ്പോ തൊട്ടാവും. ആ കോൺക്രീറ്റ് ഉണ്ട് കേട്ടോ. ഇത് നേരെ തുമ്പത്ത് മറ്റേ കോൺക്രീറ്റ് സെക്ഷൻ്റെ അവിടെ വരെ എത്താണെന്നുണ്ടെങ്കിൽ അടിപൊളിയായല്ല കൈസ്. ഓരോ വലിയ വലുതായിട്ടല്ല ഓഫ് റോഡിൻ്റെതായിട്ടുള്ള ചടപ്പ് എന്നല്ല കൈസ്, മീൻസ് ഹാർഡ് കോർ ഓഫ് റോഡ്സ് ഒന്നുമില്ല. ഒക്കെ മൈന്യൂട്ടായിട്ട് ഇതുപോലെയൊക്കെ അങ്ങനെ നമുക്ക് വരാട്ടുമ്പോൾ എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് അടിപൊളിയായിരുന്നല്ലേ. പക്ഷെ ഇത് കേൾക്കണ ഡൈ ഹാർഡ് ഓഫ് റോഡ്സ് അല്ലെങ്കിൽ ഹാർഡ് കോർ ഓഫ് റോഡേഴ്സ് തന്നെ തെറി വിളിക്കും കേട്ടോ. ഇവനൊക്കെ ഹെഡ് ഓഫ് റോഡ് റോഡാന്ന് വെച്ചിട്ട്. നമ്മൾക്ക് ബിഗിനറാണ് കൈസ് അല്ലേ. ബിഗിനേഴ്സിന് ഹാർഡ് കോർ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. വണ്ടി നാശവും, ക്ലച്ച് എത്തിപ്പോവും, കുറേ വീഴ്ച വീഴും എന്നല്ലാതെ. നമ്മളിങ്ങനെ 1 പഠിച്ച് 2 3 4 അങ്ങനെ തന്നെ നമ്മൾ നല്ല ഹാർഡ് കോർ ഓഫ് റോഡ് ആവുള്ളൂ. അല്ലാണ്ട് 1 നേരെ 10 എത്തില്ലല്ലോ. ശങ്കരീരേ ശങ്കരീരേ. പിന്നെ എൻ്റെ കൂടെ ഉള്ളത് ഞാൻ 1 2 3 ഓഫ് റോഡൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത്ര ചെയ്തിട്ടുള്ളൂ. പക്ഷേ എൻ്റെ കൂടെയുള്ള കിരണൊക്കെ എന്ന് പറയുന്നത് പ്യുവർലി ബിഗിനറാ, മനസ്സിലായോ? അപ്പോൾ നമ്മളൊരാളെ നമ്മുടെ കൂടെ നമ്മൾ വിശ്വസിച്ച് വന്നിട്ടുള്ള ഒരാളെ നമ്മൾ മറ്റേ ഇട്ടിറങ്ങണ പോലെ അത് മറ്റേ വഴി കയറി വരുമ്പോഴേ വണ്ടി നാശാവും. പിന്നെ അമ്മേ ഇത് ഓഫ് റോഡൊക്കെ തന്നെ, എന്നാലും ഹാർഡ് കോർ അല്ലെന്ന് മാത്രം. എൻ്റെ ഒരു ആഗ്രഹം അത്. ആ കോൺക്രീറ്റ് പോഷൻ വരെ ദിഗര തവിച്ചാടെ പൊളിച്ചു. ലെറ്റ്സ് ഗോ. ടാങ്ക് ബാഗ് ഉള്ളതുകൊണ്ടേ ടാങ്ക് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റണില്ല. ഓ അതൊക്കെ കണ്ടാണ് ഒരാട്ടുമ്പോൾ ടോപ്പ്. എത്ര ഓട്ടം ഉണ്ടെന്ന് അറിയും ഇവിടെ. എത്തിപ്പെടാൻ വേണ്ടിയിട്ടില്ല കൈസ്. ഒക്കെ ഓരോരോ പണികളായിട്ട് ഇങ്ങനെ കിട്ടും.
ആടെ മക്കളെ നമ്മൾ ഇവിടുന്ന് റൈറ്റ് അല്ലേ പോണ്ടേ? ഐ തിങ്ക് സോ. യെസ് യെസ് യെസ്, ഇവിടുന്ന് റൈറ്റാണ് കഴിച്ച് പോകേണ്ടത് നമ്മൾ. ഫുള്ള് കോൺക്രീറ്റ് ചെയ്തു കഴിച്ച്, ഫുള്ള് കോൺക്രീറ്റ് ചെയ്തൂലേ? ഇവിടം വരെ ഉണ്ടല്ലോ വലിയ കുഴികൾ കടന്നു, അങ്ങ് അറ്റം തൊട്ട് ഞങ്ങൾ വലിച്ചാണ് ഈ വണ്ടികൾ കയറ്റുന്നേട്ടാ മൊത്തം. ഞങ്ങളുടെ അടുത്ത ലോക്കൽസ് കൊടുക്കുന്നുണ്ടാ. ഈ വീട്ടിൽ ചേച്ചിക്കാണ് ഇവിടെ വീടുണ്ടായിരുന്നല്ലോ, ഇവിടെ വീടുണ്ടാണെന്ന് കഴിച്ച അവിടെ വീടുണ്ട്. ഈ വീട്ടിൽ ചേച്ചി ഞാൻ വന്ന അന്ന് കുറെ ഹെൽപ്പൊക്കെ ചെയ്തിട്ടാ. ഇടിഞ്ഞതാണോ അത് സീനല്ലേ? നീ നമുക്ക് ഇങ്ങനെ ഇറങ്ങണം. പക്ഷെ ഇത് ഭയങ്കര ഈസി ആയിട്ടപ്പോ. മറ്റൊരു എന്ത് ഡാർക്കാന്നറിയോ? ഡാർക്കൊക്കെ ഒരു ഡാർക്കിന്റെ അപ്പനായിരുന്നു. ഇപ്പൊ എന്ത് സുഖ. എന്തായാലും അവര് വന്നിട്ട് നമുക്ക് നോക്കാം. ഞാൻ വിചാരിച്ച് ഇവിടുന്ന് കുറച്ചങ്ങനെ ഇറങ്ങി കഴിഞ്ഞാണ്ടല്ലോ കുറച്ച് കല്ല് പതിച്ചൊരു ഭാഗമുണ്ട്, അത് കുറച്ച് കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഡാർക്ക് സെക്ഷൻ ഉണ്ട്. അതൊക്കെ ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇല്ലാന്ന് പറഞ്ഞേ, മൊത്തം കോൺക്രീറ്റ് ചെയ്തെന്ന് പറഞ്ഞേ. മൊത്തം കയറ്റാൻ നമുക്ക് വേണ്ടി ഒരു പേടി മേടിക്കണ്ട, എന്തായാലും എത്തും. ക്ലച്ചും കത്തില്ല, ഒരു തേങ്ങയും കത്തില്ല. ഡോണ്ട് വെരി, ലെറ്റ്സ് ഗോ. ഇവിടുന്നൊക്കെ എന്ത് സീനാണെന്ന് അറിയാം. ഇപ്പൊ എന്ത് സുഖളപ്പാ. ഇവിടുന്ന് ഞങ്ങൾ തള്ളി കയറ്റിണ്ട് കൈസ് എക്സ്പേർട്സ് സൈഡ്. പക്ഷേ എന്താണെന്ന് അറിയാം അപ്പം എന്നൊക്കെ ഡാർക്ക് സീൻ. ഇവിടൊക്കെ സുഖമായിടാ. ഏതാ മൂട്? ഇവിടുന്ന് റൈറ്റ് കയറിയ മുട്ടൻ കയറ്റാ, അവിടുന്ന് റൈറ്റ് കഴിഞ്ഞപ്പോൾ വൺ ടാസ്ക് കടന്നു. അതൊക്കെ ഈസി ആയിപ്പോ, സുഖം, പീസ് മൈൻഡ്. ഇനിയിപ്പോൾ ആർക്കും എങ്ങനെയും വരാട്ടും ഇവിടെ എത്താം. മറ്റേത് ഡൈ ഹാർഡ് ഓഫ് റോഡേഴ്സിന് എത്താൻ പറ്റിയിരുന്നുള്ളൂ. അതർവൈസ് വാക്ക് ചെയ്യണം കൈസ്. വണ്ടി കൊണ്ടെത്താൻ പറ്റണമെങ്കിൽ അത്രയും പ്രാന്ത് എന്നല്ല, കുറച്ച് എക്സ്പീരിയൻസ് വേണം. കുറച്ച് ട്രിക്കി ആൻഡ് ടാസ്ക് ട്രാക്ക് ആയിരുന്നു ഇത്. ഇപ്പം പക്ഷേ ആർക്കും എത്തിപ്പെടാം. നമ്മളിവിടുന്ന് ഇറങ്ങി ത്രോട്ട് കട്ട് ചെയ്യാണ്ട് മാക്സിമം ക്ലച്ചൊന്നും കൈയെടുത്ത് ഒരേ പിടിച്ചായി. ഇവിടെയൊക്കെ മാറി സീനാണത് കൈസ്. ഏത് സുഖമാണ് ഇപ്പോൾ. 15 മിനിറ്റ് വേണ്ട വരാട്ട് കിടത്താൻ. ഇവിടൊക്കെ വൻ പ്രശ്നമാണെന്ന്, വൻ പ്രശ്നം. ഏതാ സുഖപ്പോ? വരാട്ട് വേട് അങ്ങനെ നമ്മൾ എത്തി ഗായ്സ്. തരര തരര. ഇവിടുന്ന് വേണമെങ്കിൽ ഇറങ്ങിക്കോട്ടാ, വീഴും ചിലപ്പോ നീ. വിട്ടോ ഒരേ ഫ്ലോർ വിട്ടോ. കിരമ്മ പോട്ടെ. ഇതൊന്നും വലിയ ഡാർക്ക് സെക്ഷൻ അല്ല, സീനുള്ള സെക്ഷൻ അല്ല കേട്ടോ. അതൊക്കെ സുഖ. അയ്യോ ചെക്കപ്പ് വേണേ. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത്. പോയി നോക്കട്ടെ കടഞ്ഞാണോ. യെസ്, ഇതാണ് ആ ട്രാക്ക് ഗൈസ്, ഇതാണ് ആ ട്രാക്ക്. ചെക്കെത്തി. നിന്റെ മുകളിൽ എത്തിപ്പെടുന്നത് ആദ്യമായിട്ടാണ് കഴിച്ച്. ഇത്ര വട്ടം താഴ്ത്തെത്തിയിട്ട് മടങ്ങിപ്പോയിന്ന് അറിയാം, പല പ്രശ്നങ്ങൾ മൂലം. എവിടെ പാലൊഴുകും പാറ? എവിടെ
Finally we made it. കാണു മക്കളെ ലെഫ്റ്റ് സൈഡില് പാലൊഴുകുമ്പോറാ ഓക്കെ. ഒന്നും കൂടി മുകളിൽ എത്തിരി കാണിച്ചാൽ ഗൈസ്. ചെറിയ ടാസ്ക്. അങ്ങനെ എത്തിക്കോ. അത്രയുള്ളൂ 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 അത്രയുള്ളൂ. പോട്ടെ പോട്ടെ. ഞാൻ പിടിച്ചേരണ. നിക്കടാ നിക്ക, വീഴണ്ട. അയ്യോ റൈറ്റ് സൈഡിൽ ഓടിട്ട് പോച്ചങ്കെ. ഓക്കെ സെറ്റ്, നമുക്കും പോവാം. പെട്ടു ഗൈസ്. ഇങ്ങോട്ട് പോകണ്ട, അവിടെ നിന്നോ. യെസ് 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 കയറ്റി. ചക്കൻ കയറ്റി എടുത്തിട്ട് വരാം. അയ്യോ വീണോ. പാലൊഴുകും പാറ. പാലൊഴുകും പാറയുടെ മുകളിലൊരു ചെക്കിടാൻ പോകുന്നുണ്ടല്ലോ. അങ്ങനെ പോട്ടെടാ. അങ്ങനെ ഓഫ് റോഡ് പോകുമ്പോൾ വണ്ടിക്ക് ഭയങ്കര വെയിറ്റ് കൂടില്ല. നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്. ചവിട്ടറാ, ബ്രേക്ക് ക്ലച്ച് പിടിക്കടാ. ക്ലച്ച് വിടറാ. പോട്ടെ. നിക്ക് നിക്ക് നിക്ക്. വണ്ടിക്ക് ലോഡ് കൊടുക്കല. ഇങ്ങനെ പോട്ടെ. ഇറക്കിയ വണ്ടി ഇറക്കിയേ. വണ്ടി ഹാൻഡിൽ നിന്ന് വൃത്തി പിടിക്കും. ലെഫ്റ്റിക്ക് പിടിക്കും. അപ്പോൾ ഫ്ലോ വരും കുറച്ച്. പോട്ടെ 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 പോട്ടെ. മെല്ലെ മെല്ലെ റൈറ്റ് പിടിച്ചോളൂ. പോട്ടെ 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 പോട്ടെ. കിട്ടി കിട്ടി കിട്ടി. പോട്ടെ പോട്ടെ. കീയൊന്ന് ഓഫ് ചെയ്തിട്ടോ. ഇത്രയും നമ്മൾ ഇതുവരെ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ കിട്ടില്ലടാ. ആരാമല്ല അങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് പോട്ടെ. എന്നിട്ട് ഈ പാറയും കൂടെ കയറ്റി. ഇങ്ങോട്ട് കയറ്റി. പാറയാമി കയറ്റി. പോട്ടെ 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 പോട്ടെ. അങ്ങോട്ട് വാ. പോട്ടെ പോട്ടെ. ഇത് ഈ ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങോട്ട് വാ. ഇന്തോളി 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 ഇന്തോളി. അങ്ങനെ കൊടുത്തൊരു കാര്യമില്ലടാ. ഇതിവിടെ വെച്ചോ അല്ലെങ്കിൽ അത് നല്ലത്. അവിടെയൊക്കെ സീൻ തന്നെയാ. പോട്ടെ പോട്ടെ പോട്ടെ.
അത് വേണ്ട അടി പിടിക്കടാ. കൂളൻ്റെ പൈപ്പ് ഇവിടെ ഇരിക്കണേ, അത് സീനാവും ചിലപ്പോൾ. അരിക്കൊക്കെ പണി കിട്ടും. ഈ പറയാൻ വെച്ച വണ്ടി തിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇറക്കിക്കോ, ഇറക്കി എന്നെ പോട്ടെ, ബാക്ക് പോട്ടെ. അത് അടി പിടിക്കുക എന്തായാലും. അത് അങ്ങോട്ട് വെച്ചോക്കിയാ പറയാനിക്ക്. ഇത്ര കൊണ്ട് കഴിഞ്ഞാലേ അടിയൊക്കെ പിടിച്ച് മാറും നാശമാകും വയസ്സ്. വണ്ടിക്ക് പണി കുറെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ കട കാണിച്ചിട്ട്. കമോൺ കമോൺ, ഇതിൽ വെച്ചോ. ബസ് അഴിടിക്കില്ലോ, ഒന്ന് ഇറക്കി വെച്ച് നോക്കിയേ. പോരട്ടെ പോരട്ടെ, അഴിടിക്കില്ല, ഇറക്കുക ഒന്നുകൂടെ. ആ V3 നമ്മളിവിടെ സൈസ് ചെയ്തിട്ടുണ്ട്. അതെ V3 സൈസ് ചെയ്തിട്ടുണ്ട്. എക്സ്പൾസർ കൊടുക്കുന്നുണ്ട്. ഹിമാലയ അവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ടോപ്പ് പോവാം. യാ നൈസായിട്ട് അവിടെ നിന്ന് കയറ്റി വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഒന്നും കൂടെ മുകളിലോട്ട് പോവാം. കറക്റ്റ് ആ വ്യൂവിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നിൽക്കാൻ പറ്റി നോക്കാം. മാത്രമല്ല എന്താണ് വരാട്ടുപേട്ടിൻ്റെ മുകളിൽ നിന്ന് കാണണമല്ലോ. മൊത്തത്തിലൊന്ന്, അതെ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് വരാം. ആ ഈ പുള്ളിക്കാരവിടെ എത്തിയാ. ഇവിടുന്ന് നല്ല കിഡില്ല വ്യൂ ആട്ടോ. നോക്കിയേ, ഏതാ വ്യൂ നോക്കിയേ, ഏതാ വ്യൂ അല്ലേ. ഒന്നുകൂടെ ഫ്രണ്ടിലൊക്കെ പോയി മലയുടെ മുകളിലൊക്കെ എന്തൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെ ഉണ്ട് നോക്കാം. നമ്മുടെ മറ്റേ പുള്ളിക്കാരൻ്റെ കരീഷ്മുള്ളത് മോട്ടോ ട്രാവലർ, ആ പുള്ളിക്കാരൻ ഇങ്ങനെ കയറ്റി ഇതിൻ്റെ ഓപ്പോസിറ്റ് കൂടെ ഇറക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം. അത് ഇറക്കണമെന്നില്ല, അതൊക്കെ വൺ ഡേഞ്ചറസാ. പുള്ളിക്കാരനൊക്കെ നല്ല ഹാർഡ് കോർ ഓഫ് റോഡറാ, നല്ല എക്സ്പീരിയൻസ്ഡ് ഓഫ് റോഡറാ. നമ്മളൊന്നും അത്രയ്ക്ക് ഇല്ല ഗൈസ്. സോ നമ്മൾ ഇറക്കണമെന്നില്ല, നമുക്കൊന്ന് പോയി നോക്കാം അവിടെ എന്താ അവസ്ഥ എങ്ങനെയാണെന്നൊക്കെ. ഈ വീലടിച്ചാലോ? അമ്മ വീലടികളെ ഗ്യാപ്പ് കിട്ടിയില്ല ഗൈസ്. അയ്യോ, ഇതൊക്കെ എങ്ങനെ തിരിച്ച് കയറ്റും എൻ്റെ ദൈവമേ. ഒമ്പോ അങ്ങറ്റം വരെ വഴി എടുക്കുന്നുണ്ടോ, നമുക്ക് അങ്ങറ്റം വരെ പോവാട്ടോ. ഒരാട്ടുമേട് ഇത്രക്കാലത്തിന് ശേഷം അറിയോ മോളിക്ക് എത്തിപ്പെടണേ, ഇത്രക്കാലെന്നറിയോ. ഇതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ ഫാമിലിക്ക് ആയിട്ട് നമുക്ക് വരാൻ പറ്റും കേട്ടോ. ഈസിയാണ്, വലിയ ടാസ്കുകളൊന്നുമില്ല. നോർമൽ ഒരു കാർ ഉണ്ടെങ്കിലും മാക്സിമം എത്തിപ്പെടാൻ പറ്റും. പിന്നെ ചെറിയൊരു പോർഷൻ, ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടുള്ള ചെറിയ പോർഷൻ ആയത് ഇതുപോലെ കിടക്കാനുള്ളൂ. എൻ്റെ അമ്മേ, ഫുള്ള് പാറാസ്.
ആദ്യം നമുക്ക് മുകളിൽ പോവാം. നോക്കി സ്ട്രൈറ്റ് ആയി കിടക്കണമെങ്കിൽ അതിന് മുകളിൽ അങ്ങ് വരെ ഏതാ മൂട്. നമ്മളങ്ങ് എൻഡ് പോർഷനിൽ എത്തിയിരിക്കണമെന്ന് എനിക്ക് തോന്നണം കേട്ടോ. യെസ് ഗൈസ്, മാക്സിമം നമ്മൾ എൻഡിലോട്ട് എത്തി. കഴിഞ്ഞു റോഡ് കഴിഞ്ഞു. ഇനി താഴത്തേക്ക് ഇറങ്ങിപ്പോണ്ടോ, റിസ്കാ. ആ പുള്ളിക്കാരത്ത് ഇങ്ങനെ ഇറങ്ങി അങ്ങനെ ഇറങ്ങി ലാസ്റ്റ് അങ്ങനെ അങ്ങനെ ഇറങ്ങി പോയിട്ടോ ആള്. അവിടെയാ അങ്ങനെ പറഞ്ഞ പിന്നെ വേറെ ചോദ്യമില്ലല്ലോ, നമ്മൾ അവിടെ കൊണ്ടുപോയി നിർത്തുള്ളൂ. അശോ സിമ്പിൾ പാർക്ക് അങ്ങനെയുണ്ട്, പൊളിച്ചില്ലേ? എന്തൊരു ഭംഗിയാണ് ഗൈസ്, നോക്കി നിങ്ങൾ ചുറ്റിനും മുട്ടക്കുന്നുകളും വേറെ വേറെ മൂട്, ചുറ്റിനും വേറെ വൈബ് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും, പക്ഷേ റിസ്ക് നമ്മൾ ചെയ്യണില്ല. അപ്പം നമ്മളിവിടുന്ന് ഇറങ്ങാണ്, നമുക്ക് പിള്ളേരുടെ അടുത്തേക്ക് പോവാം. അവരവിടെ തന്നെ ഇരുന്നും കൂടി ഒന്നില്ല. ആമേ ലെറ്റ്സ് ഗോ. രക്കം പിന്നാലുണ്ട്, പിന്നല്ല റോളില്ല. അമ്മേ റോളായാലേ. അയ്യപ്പനും കോശിയിലത്തെ പാട്ടോടെ ഓർമ്മ വരണേ ഈ ഇറക്കിറങ്ങുമ്പോ. പിന്നല്ല
ഇവിടെ ചെറിയൊരു ടാസ്ക് ഉണ്ട്, ബട്ട് ഈസി. പാലൊഴുകുംപാറ. പിള്ളേരും ഇനി വരുന്നുണ്ട് കേട്ടോ. എവിടെ ഇനിയിപ്പോൾ ആർക്കും കയറാലോ, സുഖമാണല്ലോ. നമ്മളെ പോലെ തന്നെ ബിഗിനേഴ്സിനായാലും ശല്യമില്ല. വണ്ടി ഉടയ്ക്കാം. കേട്ടേക്ക് നമ്മുടെ പിള്ളേർ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. വേറെ സം ബൈക്സ് ഉണ്ട്, ഒരു 350 ഉണ്ട്, ഒരു ഡോമിനാർ ഉണ്ട്. നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടോ. ഷുക്കൂറൊക്കെ കൈ വയ്ക്കുന്നുണ്ട്. കമോൺ ബ്രോ, കമോൺ. യെസ് ബ്രോ, കിട്ടി. മതി കട്ടി റോട്ടട്ടി. ഈ മെല്ലോടുക്ക് മെല്ലോടുതായി പൊക്കോളും. മെല്ലോടുതായി ബ്രോ. അല്ലോ അവിടെ ഈസി. അത്രയുള്ളൂ. അവസ്ഥ അവിടെ വേറെ മൂടാ. അങ്ങനെ നമ്മൾ വാരാട്ടുമായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈസി ടാസ്ക് ആയിരുന്നു, അല്ലെങ്കിൽ വലിയ ടാസ്കുകൾ എക്സ്പീരിയൻസ് തന്നെ. അതെ, വേറെ ചൊറകളൊന്നും ഉണ്ടായില്ല. നമ്മൾ അങ്ങനെ ഇറങ്ങണം എന്ന് വിചാരിച്ചു കേട്ടോ. എന്ന് വിചാരിച്ചു എന്തിനാ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് വീഴ്ച ഉണ്ടാക്കണേ അല്ലേ. അത് കാരണം നമ്മളിത് ഈ വന്ന വഴി തന്നെ പോവാന്ന് വിചാരിച്ചു. അപ്പോൾ വാരാട്ടുമേട് വീഡിയോ ഇവിടെ എൻ്റെ ആണ് ഗൈസ്. ഞാൻ ആരമ്മയുടെ തിരിച്ചടിക്കുമെന്ന് നമ്മൾ പറഞ്ഞു നടന്നു. സംഭവം നമ്മൾ അടിച്ചു. പക്ഷെ നമ്മൾ അടിക്കുന്ന സമയത്ത് കോൺക്രീറ്റ് നമ്മുടെ തെറ്റല്ല അല്ലേ, അടിക്കുന്ന നമ്മൾ അടിക്കും. അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് ഗൈസ്.